ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 127 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. സങ്കീർത്തനം 27 മുതൽ 30 വരെ, റോമർ 10-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ശരിയുത്തരം എന്നുള്ളത്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, യഹോവ ഏതിന്റെ മുകളിൽ ഉപവിഷ്ടനായി എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം ജലപ്രളയത്തിൻ മീതെ എന്നുള്ളതാണ് കേട്ടോ. സങ്കീർത്തനങ്ങൾ 29-ന്റെ 10-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അല്പസമയത്തേക്കും മരണപര്യന്തവും ഉള്ളത് എന്തെല്ലാം? ഇതായിരുന്നു ചോദ്യം. ഉത്തരം അല്പസമയം യഹോവയുടെ കോപം, മരണപര്യന്തം യഹോവയുടെ പ്രസാദം. സങ്കീർത്തനം 30-ന്റെ 5-ാമത്തെ വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു നിർജ്ജന പ്രദേശത്തിന്റെ പേര്. അതിന്റെ ഉത്തരം കാദേശ്. സങ്കീർത്തനം 29-ന്റെ 8-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു ശരീര അവയവവും ആഗ്രഹം എന്നർത്ഥം വരുന്ന ഒരു പദവും ചേർന്ന ഒറ്റപ്പദം. ഇതായിരുന്നു ചോദ്യം. ഉത്തരം ഹൃദയവാഞ്ച എന്നുള്ളതാണ്. റോമർ 10-ന്റെ 1-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ബൈബിളിലെ 2 പുരുഷന്മാരുടെ പേരുകളും വൃക്ഷത്തിന്റെ മറ്റൊരു പദവും ആവേശം എന്നർത്ഥം വരുന്ന ഒരു പദവുമുള്ള 4 അക്ഷര വാക്ക് ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം മനോഹരം എന്നുള്ളതാണ് കേട്ടോ. റോമർ 10-ന്റെ 15-ലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ പുരുഷന്മാർ എന്നുള്ളത് മനോഹ, നോഹ. വൃക്ഷം അതിന്റെ മറ്റൊരു വാക്ക് എന്നുള്ളത് മരം. ആവേശം അർത്ഥം ഹരമാണ് കേട്ടോ. അപ്പൊ ഇതായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. ശരി ഉത്തരം എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടാവും അറിയില്ല. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻ പറയാം. സങ്കീർത്തനങ്ങൾ 31 മുതൽ 34 വരെ, റോമർ 11-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. വായിക്കുക മാത്രമല്ല, നല്ലോണം മനസ്സിലാക്കി വായിച്ചോളൂ കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം വേഗം നിങ്ങൾക്ക് മനസ്സിൽ വരും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.